കൊല്ലം പവിത്രേശ്വരത്ത് വിദ്യാർത്ഥികളും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. സ്കൂൾ വിട്ട് സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥിയെ യുവാക്കൾ മർദ്ദിച്ചതിനെ തുടർന്നാണ് വലിയ സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:30-ഓടെയാണ് സംഘർഷമുണ്ടായത്. പുത്തൂരിൽ നിന്നും കല്ലട വഴി കുണ്ടറയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥികളിൽ ഒരാളെ ബസ്സിലുണ്ടായിരുന്ന 2 യുവാക്കൾ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് ബസ്സിൽ വലിയ സംഘർഷമുണ്ടായി. ബസ് ജീവനക്കാർ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ബസ്സിൽ നിന്നും പുറത്തിറക്കി. പിന്നീട് കളത്തട്ടിൽ കയറിയിരുന്ന യുവാക്കൾ വീണ്ടും വിദ്യാർത്ഥികൾക്കെതിരെയും പ്രദേശവാസികൾക്കെതിരെയും അസഭ്യം പറഞ്ഞു. ഇതോടെയാണ് വിദ്യാർത്ഥികൾ വീണ്ടും യുവാക്കളെ ആക്രമിച്ചത്. യുവാക്കളിൽ ഒരാൾ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ ഈ സ്കൂൾ വിട്ട സമയത്ത് ഇവിടുന്ന് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ 10,500-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സമീപത്തുള്ളത്. സ്കൂൾ വിട്ട് അവർ ഇവിടെ വന്നതിന് ശേഷം ബസ്സിൽ കയറിയപ്പോൾ ബസ്സിലിരുന്ന 2 ലഹരി അടിമയായിട്ടുള്ള 2 ചെറുപ്പക്കാർ ബസ്സിൽ തന്നെ പുത്തൂരിൽ നിന്ന് കയറിയപ്പോഴേ പ്രകോപനപരമായിട്ട് ബസ് ജീവനക്കാരോട് കയറി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കയറിയ സമയത്ത് ഒരു വിദ്യാർത്ഥിയെ ഇതിലൊരു ലഹരി ഉപയോഗിച്ച് വന്ന ഒരാൾ അടിച്ചു. അപ്പോൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിൽ വെച്ച് തന്നെ വാക്കുതർക്കമായി. ബസ് ജീവനക്കാരെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരും തിരിച്ചടിച്ചു. അങ്ങനെ ബസ് ഇവിടെ നിർത്തി റോഡ് മൊത്തം സ്തംഭിച്ച് കിടക്കുമ്പോഴാണ് അവർ വെളിയിറങ്ങി ഒരു അക്രമ സാഹചര്യം സൃഷ്ടിക്കുകയും ഈ കളത്തട്ടിൽ വന്ന് നാട്ടുകാരെ ഉൾപ്പെടെ വെല്ലുവിളിച്ച് വിദ്യാർത്ഥികളെ പ്രകോപനപരമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ അവരെ ഒരു കാരണമില്ലാതെ വിദ്യാർത്ഥികളെ അടിച്ചു എന്നാണ് പറഞ്ഞത്. അത് വന്ന് ചോദിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ ഉൾപ്പെടെ ചീത്ത വിളിച്ചുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള വാഗ്വാദങ്ങൾ കുട്ടികളുമായിട്ട് നടത്തിയപ്പോൾ വീണ്ടും ഒരു സംഘർഷം ഉണ്ടായി. സ്കൂൾ വിട്ട സമയമായിരുന്നു. ഈ പിള്ളേരെ അടിച്ച ദേഷ്യത്തിന് പിള്ളേരും തിരിച്ച് വലിയൊരു സംഘർഷ രീതിയിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. സമയമൊന്നായിട്ട് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ട് പോവുകയും പോലീസുമായിട്ട് തന്നെ ഇവർ ലഹരി അടിമയായിട്ടുള്ള ആൾക്കാരെ ഇവിടെ വെച്ച് തന്നെ കയറി സംസാരിക്കുകയും പോലീസുകാരുമായിട്ട് വാക്കുവാദത്തിലേക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർക്ക് മദ്യപിച്ച് ലഹരിയുടെ അടിമയായിട്ട് ഇവിടെ സംഘർഷം ഉണ്ടായെന്ന രീതിയിൽ കേസെടുത്ത് അവസാനം ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് 10,500 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമുണ്ട്. അവിടുത്തെ സ്കൂളിൽ നിന്നുള്ള തരത്തിൽ പരാതി കൊടുക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികൾ എന്ന നിലയ്ക്ക് നമ്മളും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അതുപോലുള്ള നാട്ടുകാർക്കെല്ലാം ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളിൽ നിന്ന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അതിനെ ചെറുത്തു നിന്നുള്ള നടപടികളായിട്ട് നമ്മളും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രദേശത്ത് 3,500-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുണ്ട്. സ്കൂൾ വിടുന്ന സമയങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം കുറവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.